ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലിക്വിഡൊക്കെ ഇതുപോലെയുള്ള കവറിൽ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കവർ നമ്മൾ സാധാരണയായിട്ട് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ ഒരു കവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കവർ വെച്ചിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എടുത്തിട്ടുള്ളത് ഈ ഏരിയലിൻ്റെ ഒരു കവറാണ്. ഇത് നമുക്ക് പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഇതേപോലെയുള്ള കവറുകളിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കവറുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളൊന്നുമില്ല. 2-3 തവണ ക്ലീനാക്കി എടുത്തിട്ടുള്ളൊരു കവറാണ്. എന്നിട്ട് ഞാൻ ഈ കവറിനുള്ളിലേക്ക് സാധാരണ വെള്ളമാണ് നിറച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഗാർഡനൊക്കെ നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് കുഞ്ഞു ചെടികളൊക്കെ നമ്മൾ കുഴിച്ചിട്ട ഉടനെ ഒരുമിച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ചെടിയൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ ഒരു കവറിലേക്ക് ആക്കി കൊടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സേഫായിട്ട് അത് നിൽക്കുകയും ചെയ്യും. കുഞ്ഞു മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു കവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു കവർ വെച്ചിട്ട് ഇത്രയും ടിപ്സുകൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനി കിട്ടുന്ന സമയത്ത് നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ഈ ഒരു കവറിൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ ഒരു കവറിലേക്ക് ആദ്യം തന്നെ ഞാൻ എയർ നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 2 ഭാഗവും കട്ടായി പോവും. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ കട്ടാവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എയറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാത്രമേ ടച്ച് ആയിട്ടുള്ളൂ. രണ്ടാമത്തെ ഭാഗം സേഫായിട്ട് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഒത്തിരി ഗ്യാപ്പൊന്നും വേണ്ട, എന്നാൽ നമുക്കൊരു കോയിനൊക്കെ കൊള്ളുന്ന ആ ഒരു രീതിയിലാണ് ഹോളിട്ട് കൊടുത്തിട്ടുള്ളത്. പല വീട്ടമ്മമാർക്കൊരു സ്വഭാവം ഉണ്ടാവും, നമ്മൾ കിച്ചണിൽ കടുകിട്ട് വെക്കുന്ന പാത്രങ്ങളിൽ അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ കോയിൻസ് ഇട്ട് വെക്കുന്നൊരു ശീലം ഉണ്ടാവും. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് കറിയിലേക്കൊക്കെ എടുക്കുമ്പോൾ ആ ഒരു കോയിനൊക്കെ എടുക്കാൻ മറന്നു പോയാൽ ബുദ്ധിമുട്ടാവും. എന്നാൽ ഇതുപോലെയുള്ള വേസ്റ്റായിട്ടുള്ള ഒരു കവർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ആ ഒരു പർപ്പസിനായിട്ട് മാറ്റി വെക്കുകയും ചെയ്യുക. കിച്ചൺ ഷെൽഫിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതാ 2 കോയിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കോയിൻ ബോക്സ് ആയിട്ട് ഈ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 2 കോയിൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അടുത്ത യൂസേജിലേക്ക് പോകാം. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഞാൻ ആദ്യം കോയിൻ ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ ഈ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു കവർ വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അതാട്ടോ, ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം നോക്കിയാൽ നല്ല പോലെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഞാൻ നല്ലതായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നനഞ്ഞതായിട്ടുള്ള മുണ്ടോ അതല്ലെങ്കിൽ ഇന്നർ വെയർ, കുഞ്ഞ് മക്കളുടെ ഫ്രോക്സ്, അതല്ലെങ്കിൽ എല്ലാ തുണി നനഞ്ഞതാണെങ്കിലും കളറൊക്കെ ഇളകാൻ ചാൻസ് ഉള്ള ഒരു ഡ്രസ്സെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ഡ്രസ്സിൽ വരെ ആ ഒരു കളർ പിടിച്ചിട്ട് വൃത്തികേടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബനിയനാണ് കേട്ടോ. നന്നായിട്ട് നനഞ്ഞിട്ടുള്ള ബനിയനാണ്, ഒട്ടും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഉണങ്ങിയ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ഡ്രസ്സ് കൊണ്ടുപോവുകയാണെങ്കിൽ ഉണങ്ങിയ ഡ്രസ്സ് നനയാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതേപോലെ നനഞ്ഞ് പോയിട്ടുള്ള തോർത്തുമുണ്ട്, അതല്ലെങ്കിൽ ഇന്നർ വെയർ, അതും അല്ലെങ്കിൽ കളർ ഇളകി പോകുന്ന കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കവറിൽ നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ സേഫായിട്ട് അത് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനത് ആ ഒരു ബനിയനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു കവറിലേക്ക് നന്നായിട്ട് തന്നെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സേഫായിട്ട് അത് അവിടെ തന്നെ നിൽക്കും. ഇനി അത് നമ്മൾ ഒരുമിച്ച് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഒന്ന് സ്റ്റാപ്ലയർ അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ്. എന്നാൽ ഒരുപാട് സ്പേസും വേണ്ട, നമ്മൾ വെറുതെ കളയുന്ന ഇതുപോലെയുള്ളൊരു കവറ് മാത്രം മതി. അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കൾ, അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾ
ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണ്. ഒട്ടും ക്യാഷ് ചിലവില്ലാതെ വേസ്റ്റായിട്ട് പോകുന്ന ഈ കവർ വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ മക്കൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കറിയൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ അവരുടെ കുഞ്ഞ് ലഞ്ച് ബോക്സൊക്കെ നമുക്കിതിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ബോട്ടിൽ കറി കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇത് കറിയല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പല ആളുകൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകളിലൊക്കെ കറി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ ഒരു കറി നമ്മൾ സാധാരണ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ എണ്ണമയമൊക്കെ ബുക്കിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെയുള്ള ഒരു കവറിലേക്ക് അത് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണമയം ഒട്ടും സ്പ്രെഡ് ആവുകയില്ല. നമുക്ക് സേഫായിട്ട് തന്നെ നമ്മുടെ ബുക്കുകളെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത യൂസേജിലേക്ക് പോകാം. ഈ ഒരു കവറിൻ്റെ ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, ഇവിടെ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിതാട്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജർ കുത്തിയിട്ട് ചാർജറിൻ്റെ മേലെ ഫോണൊക്കെ വെക്കാറുണ്ട്. ആ സമയത്ത് ഫോണൊക്കെ താഴെ വീണ് പലരുടെയും ഫോണൊക്കെ കേടായിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ ഒരു കവർ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് കുത്തി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഹോൾസിനുള്ളിലൂടെ ചാർജറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് കുത്തി വെക്കാം. ഇപ്പം ഞാനിതാ ഇത് പ്ലഗിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇതാ കവറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിനുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചാർജ് ആവുകയും ചെയ്യും. ഫോണൊന്നും താഴെ വീണ് സ്ക്രീനൊന്നും ഡാമേജ് ആവുകയില്ല. സാധാരണ നമ്മൾ ആ ഒരു ചാർജറിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫോൺ വരുന്ന സമയത്ത് വൈബ്രേറ്റ് ആയിട്ട് ഫോണൊക്കെ താഴെ വീണ് പോവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനെ ചെയ്താൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത യൂസേജിലേക്ക് പോവാം. ആദ്യം ഈ ഒരു കവറിൻ്റെ ഒരു ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നേരത്തെ കട്ട് ചെയ്തതിനനുസരിച്ച് തന്നെ ബ്ലേഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക. ഇത് നല്ലൊരു കവറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മക്കളുടെ കുഞ്ഞ് കുടകൾ, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, കുഞ്ഞു കുഞ്ഞ് ബോക്സുകൾ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കവറിൽ കീപ്പ് ചെയ്യാൻ പോകുന്നത് മെഡിസിനാണ് കേട്ടോ. മെഡിസിനായാലും നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുമ്പോൾ അത് ലീക്കാവാതെ സേഫായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ നല്ലപോലെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെയൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കവറിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ 2 ബോട്ടിലും അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കവർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ പിടിക്കാനായിട്ടും വളരെ എളുപ്പമാണ്. ഒരു കുഞ്ഞ് കവറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെയുള്ള കവറുകളൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആരും വലിച്ചെറിയരുത്. ഈ ഒരു ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കവർ ഇതേപോലെ ആ ഒരു എഴുത്തൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറം മറിച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതേ രീതിയിൽ വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് പോളിത്തീൻ കവറുകൾ. എന്നാൽ അതിൽ ചിലതൊക്കെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒട്ടും അഴുക്കൊന്നും ആവാത്ത കവറുകളുണ്ടെങ്കിൽ വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി കവറുകളുടെ എണ്ണം കുറക്കാനായിട്ട് പറ്റും. ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം കവറുകൾ ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കവറാണ് കേട്ടോ ഇത്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാനായിട്ട് നമുക്കത് കിട്ടാതെ വരും. എന്നാൽ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് ഇതുപോലെയുള്ളൊരു കവർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. മാത്രമല്ല ഒട്ടും അഴുക്കാകാതെ കവറുകൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ അതാ ഞാൻ കവറുകൾ ഓരോന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതാ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള കവറുകൾ ഓരോന്നായിട്ട് ഈ ഒരു കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം കവറുകൾ തന്നെ നമുക്കിതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മളിത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതിൻ്റെ അടിവശത്തൊക്കെ നമ്മൾ നിറയെ ഹോളിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടിയൊക്കെ കുഴിച്ചിടാനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അടുത്തൊക്കെ ഈ ഒരു കവർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സിങ്കിലുണ്ടാകുന്ന വേസ്റ്റെല്ലാം നമുക്കിതിലേക്ക് എടുത്ത് മാറ്റാം.
നമ്മളിതേപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നന്നാക്കുന്ന സമയത്ത് വരുന്ന തൊലികളെല്ലാം ഈ ഒരു കവറിലേക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു വേസ്റ്റ് ബിന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ടിപ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.